മകളെ, നമ്മുടെ നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്നുള്ള ന്യൂസ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ തന്നെ NTA ഒഫീഷ്യൽ സൈറ്റിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. കാരണം 3-ാം തീയതി എക്സാം കഴിഞ്ഞു, 7-ാം തീയതിയാണ് NTA ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുന്നത്. 8-ാം തീയതി മുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അതുമായിട്ട് ബന്ധപ്പെട്ട് 8-ാം തീയതി മുതൽ കുറച്ച് പേരെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നല്ല രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ വെച്ചുകൊണ്ടായിരുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാം, ഒരു പ്രസ് റിലീസ് തന്നെയായിരുന്നു നമ്മളതിൽ കണ്ടത്. നിങ്ങളോട് പറയാനുള്ള, നിങ്ങൾ പലരും ഇപ്പോഴും ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ പേപ്പർ ലീക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനിയിപ്പം ഒരു റീ എക്സാം നടത്തുമോ. നമ്മളിതിനെക്കുറിച്ച് തീരെ റെസ്പോണ്ട് ചെയ്യാതിരുന്നത് 2024 ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മൾ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷം ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ സംസാരിക്കാതിരുന്നത്. കാരണം കഴിഞ്ഞ ആ ഒരു 2024 നീറ്റിൽ ഇതുപോലെ ക്രമക്കേടുകൾ നടന്നു, പല സ്ഥലങ്ങളിലും ചോർച്ച ഉണ്ടായി എന്ന് കണ്ടപ്പോൾ ഇതിനെതിരെ പല കുട്ടികളും ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി വരെ നമ്മളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അന്ന് സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് നമ്മളെല്ലാവരും കണ്ടൊരു കാര്യമാണ് അന്ന് ഉണ്ടായത്. എന്താണെന്നറിയോ? അതായത് ഇത് ചെറിയ രീതിയിൽ മാത്രം ഒരു ചോർച്ച ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് എന്താ പറയുക, എല്ലാവരും ഈ എക്സാം ക്യാൻസൽ ചെയ്യാന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഒരിക്കലും പോകില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ അത്യാവശ്യം നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ ടെൻഷൻ ആവേണ്ട ആൾക്കാരൊന്നുമല്ല. ഇനിയിപ്പോൾ ബാക്കിയുള്ള എൻഗേജ്മെൻറ്റ്സ് ഒക്കെ മാറ്റി വെച്ച്, ആഘോഷങ്ങളൊക്കെ മാറ്റി ഞാൻ വീണ്ടും പഠിക്കേണ്ടി വരും, ഇങ്ങനെയൊന്നും ടെൻഷൻ ആവേണ്ട. എക്സാം എന്തായാലും റീനീറ്റ് എന്തായാലും നടക്കാനൊന്നും പോകുന്നില്ല. അങ്ങനെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടേക്ക്. എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണലി ഞാൻ പറയുകയാണെങ്കിൽ റീനീറ്റിനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി എന്താ ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജസ്ഥാനിൽ സിക്കാർ പറയുന്ന സ്ഥലത്താണ്, അവിടെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിലാണ് കുറേ ഇതുപോലെ തന്നെ പേപ്പർ ലീക്ക് ഉണ്ടായേക്കുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഓൺലൈൻ മീഡിയയിലൂടെ സ്പ്രെഡ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇത് 400ഓളം ക്വസ്റ്റ്യൻസ് കൊടുത്തതിൽ 140ഓളം ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് 2026 നീറ്റിലുണ്ടായിരുന്ന അതേ ക്വസ്റ്റ്യൻസ് 140 എണ്ണോളം ആളുകളിലേക്ക് കിട്ടിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് 560 മാർക്ക് നമ്മുടെ കുട്ടികൾ കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ 560 മാർക്ക് വെറുതെ കിട്ടുന്ന ഒരവസ്ഥ പല സ്ഥലങ്ങളിലും ഉണ്ടായി. ഇന്ന് പലരും ക്യാമ്പയിനിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, മാസീവായിട്ടുള്ള ലീക്ക് ഉണ്ടായിട്ടുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അങ്ങനെ ഒരു ലീക്കൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയൊരു ഏരിയയിലൊക്കെ തന്നെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു. ഇനി അടുത്തൊരു കാര്യം, കേരളത്തിലേക്ക് അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. കാരണം കേരളത്തിൽ രാജസ്ഥാനിയായിട്ടുള്ള ഒരു കുട്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൻ ത്രൂ ഇതുപോലെ തന്നെ 20,000 രൂപ മുതൽ 2 ലക്ഷം രൂപയ്ക്ക് വരേക്ക് ഈ പേപ്പറുകൾ വിറ്റു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ശരി, ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിക്കാം. മകളെ, നിങ്ങൾ ടെൻഷൻ ആവണ്ട. കാരണം എന്തായാലും ശരി, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു റീനീറ്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ പഠിച്ചു, നിങ്ങൾ നല്ല റിസൾട്ട് ആക്കി, നിങ്ങൾ എന്തായാലും കോളേജിലേക്ക് കയറും. എനിക്ക് അതുപോലെ പറയാനുള്ള, ഇനി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളോട് നന്നായിട്ട് പഠിക്കാൻ നോക്കുക, ഇപ്പോഴേ തുടങ്ങാൻ നോക്കുക. ഓക്കെ, റിസൾട്ട് ആക്കാൻ നോക്കുക. ഓക്കെ മക്കളെ.